എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതിഭ സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ബിരുദധാരികൾക്കായിട്ട് കേരള സർക്കാർ നൽകുന്ന 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് ഈ സ്കോളർഷിപ്പ് എന്ന് പരിശോധിക്കാം. സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ മികവ് പുലർത്തുന്ന ബിരുദധാരികൾക്ക് നൽകുന്ന പ്രത്യേക പുരസ്കാരമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ ഒറ്റത്തവണയായിട്ട് ലഭിക്കുന്നതാണ്. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാവുന്നതെന്ന് പരിശോധിക്കാം. അംഗീകൃത സർവകലാശാലകളിൽ നിന്ന് 2022-23 അല്ലെങ്കിൽ 2023-24 വർഷങ്ങളിൽ ബിരുദം പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കുറഞ്ഞത് 75% മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തെല്ലാം രേഖകളാണ് വേണ്ടതെന്ന് നോക്കാം. SSLC സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, ഇത്രയും ആവശ്യമാണ്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷകൾ ഓൺലൈൻ മുഖേനയാണ് സമർപ്പിക്കേണ്ടത്. ഔദ്യോഗികപരമായിട്ടുള്ള വെബ്സൈറ്റ് മുഖേന നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. CM പ്രതിഭ പുരസ്കാരം .kerala.government.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി പരിശോധിക്കുമ്പോൾ 2022-23 ബാച്ചുകൾക്ക് 2026 ഫെബ്രുവരി 20 വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഭ സ്കോളർഷിപ്പും ഇതും തമ്മിൽ മാറിപ്പോകരുത്. ഇത് മുഖ്യമന്ത്രിയുടെ പ്രത്യേകം പുരസ്കാരമാണ്. മുഖ്യമന്ത്രിയുടെ പ്രതിഭ സ്കോളർഷിപ്പിന് 1 ലക്ഷം രൂപ വീതമാണ് വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.